ഇടപ്പള്ളി അഥവാ മാർ ഗീവർഗീസ് സഹദാ പള്ളി എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന സെന്റ് ജോർജ് സിറോ മലബാർ ഫൊറോന ചർച്ചിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഇടപ്പള്ളിയിലുള്ള ഒരു കത്തോലിക്ക തീർത്ഥാടന ദേവാലയമാണ് സെന്റ് ജോർജ് ഫൊറോന ചർച്ച് ഇടപ്പള്ളി. പ്രാദേശികമായി ഇടപ്പള്ളി പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ജോർജിന്റെ ഈ ദേവാലയം ഏഷ്യയിലെ ഏറ്റവും വലിയ ദേവാലയമായതിനാൽ പ്രതിവർഷം 5 ദശലക്ഷം ആളുകളാണ് ഈ ദേവാലയത്തിൽ സന്ദർശിക്കുന്നത്. AD 593 ഈ ദേവാലയം സ്ഥാപിതമായതെന്ന് കരുതപ്പെടുന്നു. 1-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ തോമസ് അപ്പോസ്തലൻ സ്ഥാപിച്ച 7 പള്ളികൾക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നായി ഈ ദേവാലയത്തെ കണക്കാക്കപ്പെടുന്നു. പട്ടാളക്കാരനായിരുന്ന സെന്റ് ജോർജിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പള്ളി പണിതത്. പിന്നീട് അവൻ ക്രിസ്തുവിന്റെ അനുയായിയായി തീരുകയും ചെയ്തു. AD 593 ഈ പള്ളി സ്ഥാപിതമായതെന്ന് കരുതപ്പെടുന്നു. 1-ാം നൂറ്റാണ്ടിൽ തോമസ് അപ്പോസ്തലൻ സ്ഥാപിച്ച 7 പള്ളികൾക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നായി ഈ ദേവാലയത്തെ കണക്കാക്കപ്പെടുന്നു. ഈ പള്ളി യഥാർത്ഥത്തിൽ മാർത്ത മറിയത്തിന്, അതായത് കന്യകാമേരിക്ക് സമർപ്പിച്ചിരുന്നു. 1080 പഴയ പള്ളിയോട് ചേർന്ന് ഒരു പുതിയ പള്ളി പണിതു. സെന്റ് ജോർജിന്റെ തിരുനാളിന്റെ ഭാഗമായി വർഷം തോറും 9 ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ ഗീവർഗീസ് രക്തസാക്ഷിത്വം വരിച്ച് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇടപ്പള്ളി പള്ളി സ്ഥാപിതമായത്. ഇന്നത്തെ രീതിക്ക് വിപരീതമായി കിഴക്കോട്ട് തിരിഞ്ഞ് കുർബാന അർപ്പിക്കുന്ന രീതിയിലാണ് പഴയ പള്ളിയുടെ മദ്ബഹ. 1080 ഈ പള്ളി സ്ഥാപിതമായത്. പള്ളിക്ക് 14 നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട്. അതിന്റെ വറ്റാത്ത കിണർ നിരവധി ആളുകളെ ആകർഷിച്ചു. പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ തോമസ് അപ്പോസ്തലൻ 7 പള്ളികൾ നിർമ്മിച്ചു. 6-ാം നൂറ്റാണ്ടിൽ 7 പള്ളികളുടെ നിർമ്മാണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇടപ്പള്ളി പള്ളി നിർമ്മിച്ചത്. കുതിരപ്പിറത്ത് കയറി തന്റെ കുതിരയുടെ കുളമ്പടിയിൽ സർപ്പത്തെ കുത്തുന്ന സെന്റ് ജോർജിന്റെ പ്രതിമ ശ്രദ്ധേയമാണ്. മതം, മാന്ത്രികത, ഐതിഹ്യങ്ങൾ, നാടോടിക്കഥകൾ, ചരിത്രം എന്നിവ സമന്വയിപ്പിക്കുന്നതാണ് സഭ. എളങ്ങല്ലൂർ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായി ഒരു കുഗ്രാമമായിരുന്നു ഇടപ്പള്ളി. അതിന്റെ സിറിയൻ ക്രിസ്ത്യൻ സഭ ചെറുതായിരുന്നു. സെന്റ് തോമസ് അപ്പോസ്തലനാൽ AD 52 ഇന്ത്യയിൽ വന്ന അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരുടെ പിൻഗാമികൾ. ഏറ്റവും പഴക്കം ചെന്ന ഇടപ്പള്ളി പള്ളി 1593 നിർമ്മിച്ചതാണ്. ഒറ്റമുറി കെട്ടിടം ഒരു കലവറയായി സംരക്ഷിക്കപ്പെട്ടിരുന്നു. വടക്കൻ പറവൂർ കോട്ടക്കാവ് മാർത്തോമാ സിറോ മലബാർ പള്ളിയിൽ ആരാധനയ്ക്കായി പോകേണ്ടി വന്ന പറവൂരിലെ കുടുംബാംഗങ്ങളാണ് ഇത് നിർമ്മിച്ചത്. സഭ പഴയ പള്ളിയേക്കാൾ വളർന്നു. 2-ാമത്തെ പള്ളി AD 1080 നിർമ്മിക്കപ്പെട്ടു. അതിന്റെ പ്രധാന അൾത്താരയും മുഖവും 1980കളിൽ നവീകരിച്ചു. കൂടാതെ കന്യകാമറിയത്തിന്റെ ഒരു ചിത്രം ചേർത്തു. ഇറക്കുമതി ചെയ്ത ടൈൽ നിലം അവശേഷിച്ചിരുന്നു. പള്ളി സ്ഥാപിതമായതിന്റെ 1400-ാം വാർഷികം 1994 ജനുവരി 18 ആഘോഷിച്ചു. മുഖ്യാതിഥിയായി മദർ തെരേസ കൽക്കട്ടയിൽ നിന്ന് സന്ദർശിച്ചു. ഈ സംഭവത്തിന്റെ സ്മരണയ്ക്കായി പള്ളി വളപ്പിൽ ഒരു മണിഗോപുരം നിർമ്മിക്കുകയും ഒരു മണി സ്ഥാപിക്കുകയും ചെയ്തു. മണി പിന്നീട് പുതിയ പള്ളിയുടെ പ്രധാന ദൂതൻ ഗോപുരത്തിലേക്ക് മാറ്റി. ജനുവരി 1 ജോൺ പോൾ 2 മാർപ്പാപ്പ അനുഗ്രഹിച്ച 3-ാമത്തെ ദേവാലയത്തിന് തറക്കല്ലിട്ടു. അഷ്ടഭുജാകൃതിയിലുള്ള 141 അടി ഉയരമുള്ള ഒരു ദേവാലയം, 88,000 ചതുരശ്രീ അടി
വിസ്തൃതിയുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ ദേവാലയം. യൂറോപ്യൻ കേരളീയ വാസ്തുവിധികൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം. ഈ ദേവാലയത്തിന്റെ ബലിപീഠം ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്വർണ്ണ ഫോയിൽ കൊണ്ട് നിർമ്മിച്ചതാകുന്നു. ഉദയം പേരൂർ സൂനഹദോസിന്റെ കുറച്ചു ഭാഗങ്ങൾ ഇവിടെ നടന്നിരുന്നു. നിലവിലുള്ള പള്ളിയുടെ വശത്തുള്ള അൾത്താരയിലാണ് വിശുദ്ധന്റെ തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്നത്. ഏപ്രിൽ 25 കൊടി കയറ്റി മെയ് 3, 4 തീയതികളിലാണ് ഇവിടുത്തെ പ്രധാന തിരുനാളുകൾ ആഘോഷിച്ചു വരുന്നത്. മെയ് 10, 11 തീയതികളിൽ 8ാം തിരുനാളും ആഘോഷിച്ചു വരാറുണ്ട്. പറവൂർ കോട്ടക്കാവ് പള്ളിക്കും ഉദയംപേരൂർ പള്ളിക്കും ഇടയിലുള്ള പള്ളിയായതിനാൽ ഈ ദേവാലയത്തിന് ഇടപ്പള്ളി പള്ളി എന്ന് പേര് വന്നതെന്ന് ഒരു ഐതിഹ്യമുണ്ട്. രണ്ട് പഴയ പള്ളികൾ അവയുടെ ചരിത്രപരമായ പ്രാധാന്യത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പള്ളി അങ്കണത്തിൽ ഒരു കിണറുണ്ട്. ഈ കിണറിലെ വെള്ളത്തിന് രോഗശാന്തി നൽകുന്ന ശക്തിയുള്ളതിനാൽ ഭക്തർ ദിനംപ്രതി വന്ന് ഇവിടുത്തെ വെള്ളവുമായി പോയി രോഗശാന്തി ലഭിച്ചു പോകുന്നു. ഈ ദേവാലയത്തിൽ എത്തിച്ചേരുവാനായി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ശോഭൻ സ്നേഹിതനേ